അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1490. സൂറത്തുൽ ഇസ്രാ 23 മുതൽ 25 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقضى ربك അങ്ങയുടെ നാഥനായ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം എന്നും അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യ സഹജമായ അവസ്ഥയെ എത്തിച്ചുകൊണ്ട് മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ ഉണ്ടായാൽ ഫലാ തഖുൽ ലഹുമാ, അവരോട് രണ്ടുപേരോടും നിങ്ങൾ പറയരുത് ഉഫിൻ, ഛേ എന്ന് പോലും പറയരുത്. വലാ തൻഹറുഹുമാ, അവരെ രണ്ടുപേരെയും നിങ്ങൾ വിരട്ടുകയും അരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്കുകൾ അവരോട് നിങ്ങൾ പറയുകയും വേണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അനുകമ്പയിൽ നിന്നുള്ള നിന്ദ്യതയുടെ ചിറക് അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ പോറ്റി വളർത്തിയെന്നൊരു പകരമായി നീ അവർക്ക് കാരുണ്യം നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന്, മനസ്സിലുള്ളത് എന്താണെന്ന് അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. ഇൻ തകൂനു സാലിഹീൻ, നിങ്ങൾ സജ്ജനങ്ങളാണ്, നല്ലവരാണ് എങ്കിൽ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്ക് വല്ലാതെ പൊറുക്കുന്നവനാണ് അല്ലാഹു തആല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ ആഖിറത്തിന്റെ വിജയം ഉദ്ദേശിക്കുന്ന ആളുകൾ അതിനനുസരിച്ചു പണിയെടുക്കണം എന്ന് ഇതേ അധ്യായത്തിന്റെ 19ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചപ്പോൾ ആഖിറത്തിന്റെ വിജയത്തിനു വേണ്ടി പണിയെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ സൂക്തങ്ങളിൽ വിശദീകരിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, തൊട്ട് മുമ്പത്തെ സൂക്തം വിശദീകരിച്ചപ്പോൾ. അപ്പോൾ ഒന്നാമതായി ആഖിറത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട ജോലി അവന്റെ വിശ്വാസം ശരിപ്പെടുത്തുക എന്നാണ്. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന സംഗതിയെ കൃത്യമായി ഉൾക്കൊള്ളുകയും ബഹുദൈവത്വത്തിന്റേതായിട്ടുള്ള ലാഞ്ചന പോലും ജീവിതത്തിന്റെ ഒരു മേഖലയിലും കടന്നുവരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ശിർക്ക് എന്നത് അപകടകരമാണ്, ഗൌരവതരമാണ്. ഒരിക്കലും തന്നെ അതേ നിലപാടിൽ മരണപ്പെട്ടു പോയാൽ പാപമോചനമോ പുറത്തുകിട്ടലോ പ്രതീക്ഷിക്കാൻ യാതൊരു പഴുതുമില്ലാത്ത വിധം കണിശമായി അല്ലാഹു തആല വിലക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ കടമ്പ. നരകത്തിൽ നിന്നൊരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ആദ്യത്തെ സംഗതിയാണ് ശിർക്കിൽ നിന്ന് മോചനം നേടുക എന്നത്. ശിർക്കിൽ നിന്ന് മോചനം നേടി അല്ലാഹു തആല മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനെന്ന തൗഹീദിന്റെ ശരിയായ നിലപാട് മനസ്സിൽ സന്നിവേശിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ഘടകം. അതോടൊപ്പം ആ താൽപര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും കൊണ്ടു നടക്കണം എന്നുകൂടി നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്.
വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അങ്ങയുടെ നാഥൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന്റെ അനിവാര്യതയും അതിന്റെ പ്രാധാന്യവും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. ഇനി മനുഷ്യന്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യമായി അല്ലാഹു തആല പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം എന്നും അങ്ങയുടെ നാഥൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ്. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ആരാധിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം. മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുക, അവരെ ഇടങ്ങാറാക്കുക, അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകുക തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള തിന്മയായിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം വിശദീകരിക്കുന്നത്. അല്ലേ, ഏറ്റവും വലിയ ദോഷങ്ങൾ ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ എന്ന ആമുഖത്തോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു നിങ്ങൾ ചോദിച്ചിട്ട് തങ്ങൾ പറയുന്ന മറുപടികളുടെ കൂട്ടത്തിൽ ഒരു മറുപടിയാണ് മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക എന്നത്. അപ്പൊ മാതാപിതാക്കളെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ ആകും വിധത്തിൽ അവരോട് നമ്മൾ ഇടപെടണം. അവരോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, അവരോടുള്ള നമ്മുടെ നിലപാടുകൾ എല്ലാം അവരുടെ മനസ്സിന് മുറിവുണ്ടാക്കുന്നതാവാതിരിക്കാൻ, അവരുടെ മനസ്സിന് മേൽക്കുമേൽ സന്തോഷത്തിന്റെ കുളിര് കോരിയിടാൻ സഹായകമാകും വിധത്തിലുള്ളതാവാൻ നമ്മൾ നന്നായി പണിയെടുക്കണം. പാടുപെട്ട് അധ്വാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്വാനമാണ്, ഒരു പ്രവർത്തനമാണ് ഉമ്മാനെയും ബാപ്പാനെയും സന്തോഷിപ്പിക്കുക എന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക, അവന് മാത്രം ആരാധന ചെയ്യുക എന്നതിനോട് ചേർത്തുകൊണ്ട്, ഇവിടെ അള്ളാഹുവിന് മാത്രം ആരാധിക്കണം എന്നതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു തആല തീരുമാനിച്ച രണ്ടാം തീരുമാനം പറഞ്ഞ വബിൽ വാലിദൈനി ഇഹ്സാന എന്നല്ലേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് സ്ഥാപിച്ചതിന് ശേഷം തൊട്ടു പുറകെ അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിത വീര്യത്തോടുകൂടെ ഉണർത്തുന്ന രണ്ടാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്നതാണെങ്കിൽ, ആ സംഭവത്തിൽ, ആ കൽപ്പനയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ അരുതായ്മയുടെ, പരാജയത്തിന്റെ വല്ലാത്ത ദയനീയമായ അവസരങ്ങൾ ഉണ്ടാകുന്നത് കാണേണ്ടി വരും എന്ന ഗൌരവതരമായിട്ടുള്ള ചിന്ത തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായ ഒരു ശൈലിയാണത്. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ലുഖ്മാൻ 14-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, അനിഷ്കുർലി വലിവാലിദൈക്, അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, വലിവാലിദൈക്ക് മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അപ്പൊ കണ്ടോ, അള്ളാഹുവിന് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം എന്ന് പറയാൻ മാത്രം മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമയും ബാധ്യതയും അതിനുമാത്രം വിശാലമായി ഗൌരവത്തോടുകൂടെ നിലനിൽക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ട രീതിയെ സംബന്ധിച്ച് അല്ലാഹു തആല തുടർന്ന് പറയുകയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, വയസ്സിനെ എത്തിച്ചവരായ നിലക്ക് നിന്റെ അടുത്ത് ഉണ്ടായാൽ, അഹദുഹുമ ഔ കിലാഹുമ, മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും നിന്റെ അടുത്തുണ്ടായാൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉമ്മ വയസ്സായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ വാപ്പ വയസ്സായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യ സഹജമായ ചാബല്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തുണ്ടാവുകയും അവർക്ക് സൗകര്യം ചെയ്യേണ്ട കടമ നമ്മിൽ അർപ്പിതമാവുകയും ചെയ്യുന്ന ഘട്ടം, ആ ഘട്ടത്തിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ തന്നെ നമ്മൾ പെരുമാറണം. നമ്മുടെ സമീപനങ്ങളിൽ ഒരു ചെറിയ അബദ്ധം പോലും വരാതിരിക്കാൻ വേണ്ട പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നമുക്കുണ്ടായേ തീരൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു കൊടുക്കേണ്ടത് എങ്ങനെയാ? വയസ്സായെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചെറുപ്പക്കാരാണെങ്കിൽ മൈൻഡ് ചെയ്യണ്ട എന്നല്ല. സാധാരണഗതിയിൽ നമ്മുടെ ശ്രദ്ധയും കെയറും ഒക്കെ കൂടുതൽ ആവശ്യമുള്ളത് നമ്മളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാതാപിതാക്കൾ പലപ്പോഴും എത്തിപ്പെടാറുള്ളത് വാർദ്ധക്യ സഹജമായിട്ടുള്ള ക്ഷീണങ്ങളിലും ചാബല്യങ്ങളിലുമൊക്കെ ചെന്നുപെടുമ്പോഴാണ് എന്നതുകൊണ്ട് ആ റിയാലിറ്റി പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാർദ്ധക്യത്തെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വയസ്സായ അല്ലാത്ത മാതാപിതാക്കളാണെങ്കിലും അവരെയും നമ്മൾ ഇതേ രൂപത്തിൽ തന്നെയാണ് പരിഗണിക്കേണ്ടത്.
ഇതേ രൂപത്തിൽ തന്നെയാണ് അവരോടും ബന്ധപ്പെടേണ്ടത്. പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, വയസ്സാകുന്ന സമയത്ത് അവരെ അവഗണിക്കാനുള്ള മാനസികാവസ്ഥ പലരിലും കൂടി വരും. അത്തരമൊരവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയുടെ മനസ്സ് പാകപ്പെട്ടു പോകുന്ന അപജയത്തിലേക്ക് അവരെത്താതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ഉണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് എത്ര വിശദമായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഹദീസുകളിൽ ധാരാളം ഹദീസുകൾ തന്നെ മാതാപിതാക്കളോടുള്ള ബന്ധം ഊഷ്മളമായിരിക്കേണ്ടതിന്റെ അനിവാര്യതയും അവരുടെ മനസ്സിന് നോവും വിധത്തിലുള്ള ഏതെങ്കിലും ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മുഖേന നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആത്മീയമായ അപജയത്തിന്റെ നാൾവഴികളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹദീസുകളുടെ എണ്ണം എത്രയോ ആയി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുക, വാർദ്ധക്യ സഹജമായ അവസ്ഥയിലുള്ള ഉമ്മയും ബാപ്പയും അവരെ നമുക്കൊരു ഭാരമായി തോന്നാവുന്ന സാഹചര്യം ചിലരിലെങ്കിലും ഉണ്ടാവും. എന്നാൽ ഒരിക്കലും തന്നെ ഒരു ഈമാനോടുകൂടെ ജീവിച്ച് മുസ്ലിമായി ആഖിറത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, അവരൊരിക്കലും ആ സമീപനം അത് ഞങ്ങൾക്കൊരു ഭാരമാണെന്ന് തോന്നാൻ പാടില്ല. മറിച്ച് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു സുവർണ അവസരമാണ് അല്ലാഹു നമുക്ക് തന്നത്. അവർക്ക് ഖിദ്മത്തെടുത്ത് സ്വർഗം വാങ്ങാൻ സാധിക്കുക എന്നതാണ് വാസ്തവത്തിൽ ഒരു മകളുടെ ബാധ്യത. ഈ തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോഴാണ് വൃദ്ധസദനങ്ങളുടെ സജീവത നാടുകളിൽ ഇങ്ങനെ വിജയിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? വൃദ്ധസദനങ്ങൾ, അതേപോലെ തന്നെ നിരാലംബരായിട്ടുള്ള കുടുംബക്കാർ, കുട്ടികൾ ഒഴിവാക്കിയിട്ടുള്ള രക്ഷിതാക്കൾ, അവരുടെയൊക്കെ സംരക്ഷണത്തിനു വേണ്ടി സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യ സേവകന്മാരുമൊക്കെ പല വിധത്തിലുള്ള ശരണാലയങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾക്ക് റോഡ് സൈഡിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനും കാറ്റും വെയിലും കൊള്ളാത്ത ഒരു സുരക്ഷിതമായ ഇടത്തിൽ അവർക്ക് മരണം വരെ കഴിഞ്ഞുകൂടാനുമുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന വല്ലാത്തൊരു ദൌത്യം ലോകത്ത് പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കേരളം എന്ന് പറയുന്നത് എല്ലാത്തിലും വലിയ മികച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഒക്കെ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം തുലോം തുച്ഛമല്ല, മറിച്ച് കൂനും പോലെ മുളച്ചു പൊന്തുന്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അഡ്മിഷൻ ലഭിക്കാനില്ലാത്ത വിധത്തിലാണ് പലയിടത്തെയും തള്ള് എന്നാണ്, ആളുകളുടെ തള്ളിക്കയറ്റം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിക്കുന്ന പലരിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് അങ്ങനെ? വയസ്സായ ഉമ്മയും ബാപ്പയും ഈ മക്കൾക്കൊരു ഭാരമായി. അവരെ സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതുമൊക്കെ വല്ലാത്ത പ്രയാസമായി അനുഭവപ്പെടുകയാണ് ചിലർക്ക്. വേറെ ചിലർക്ക് ഉമ്മായും ബാപ്പാനെയും ഒക്കെ നോക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട് മക്കൾക്ക്. പക്ഷെ തന്റെ ഭാര്യ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നില്ല. ഭാര്യയെ പിണക്കാതിരിക്കാൻ ഉമ്മായെ പെരുവഴിയിലേക്ക് തള്ളിവിടുന്നതിൽ മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത നന്ദികെട്ട മക്കളുടേതായിട്ടുള്ള എണ്ണം കൂടി വരുന്നൊരു കാലത്ത്, പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഷണ്ടന്മാരുടേതായിട്ടുള്ള ശൈലിയും സ്വഭാവവും നാടുനീളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ പ്രസക്തി നമ്മളെല്ലാവരും ശരിക്കും ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. നോക്കൂ, ഖുർആനിന്റെ ഒരു ശൈലി ഇവിടെ മാതാപിതാക്കളിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ വയസ്സായ അവസ്ഥയെ എത്തിക്കുകയും അവര് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്ന സാഹചര്യം വരികയും ചെയ്താൽ അവരോട് നിങ്ങൾ കാണിക്കേണ്ട പെരുമാറ്റച്ചട്ടം എന്താണ്? ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് രണ്ടുപേരോടും നിങ്ങൾ ഛേ എന്ന് പോലും പറയരുത്. ഇവിടെ ഛേ എന്ന പദം പറയരുത് എന്നേ ഉള്ളൂ എന്നല്ല, മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെ ഐ ലാ തുസ്മിഉഹുമാ ഖൗലൻ സയ്യിഅൻ, ഒരു ചീത്ത വാക്കും അവരുടെ ചെവിയിൽ വന്നു പതിക്കാൻ ഇടയാകുന്ന വിധത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. ചീത്ത എന്നതിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു പദമാണ് ഈ ഛേ എന്ന് പറയുന്നത്. ഇതിനേക്കാളും സിമ്പിളായ മറ്റൊരു വേർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ
അള്ളാഹു അത് പറഞ്ഞേനെ എന്ന് പല മുഫസ്സിറുകളും നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരാൾ നമ്മളോട് പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും സിമ്പിളായ പദമാണ് ഛേ എന്ന് പറയുന്നത്. നമ്മളെങ്ങോട്ടോ കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു യാത്രക്കോ വേണ്ടി ഇറങ്ങി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ചെളിവെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ വണ്ടി കാത്തു നിന്നു. ആ വഴിക്ക് സ്പീഡിൽ വന്ന ഒരു വാഹനം ആ ചെളിവെള്ളത്തിൽ ചാടി നമ്മുടെ ശരീരത്തിലേക്ക് ചെളി തെറിപ്പിച്ച് ആ വാഹനം അതിശീഘ്രം മുന്നോട്ട് നീങ്ങിയാൽ ഒരു ശരാശരി മലയാളിയുടെ നാവെന്ന് വരുന്ന വാക്കാണ് ഛേ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ, അല്ലേ? ആ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നിക്കുന്നൊരു പദമാണ്. ആ പദം പ്രയോഗിക്കാൻ സാഹചര്യമൊരുക്കാവുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഉമ്മാന്റെയും ബാപ്പാന്റെയും ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടേക്കാം. പക്ഷെ നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട്, മനസ്സിനെ കടിഞ്ഞാണിട്ട് കൺട്രോൾ ചെയ്ത് അത്തരത്തിലുള്ള ഒരു വാക്കും പറയാതിരിക്കാനുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ കാണിച്ചേ പറ്റൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. വലാ തൻഹർഹുമാ, അവരെ രണ്ടുപേരെയും നിങ്ങൾ വിരട്ടുകയും അരുത്. വിരട്ടുക എന്ന് പറഞ്ഞാൽ അവരോട് വളരെ മോശമായ വാക്കുകൾ പറയുക. ഛേ എന്ന് പറയുന്ന അത് പറയരുത് എന്ന് പറഞ്ഞ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നിക്കുന്ന ഒരു സമീപനവും അതേപോലെ തന്നെ ശൈലിയും നിങ്ങളിന്നുണ്ടാവരുത്. അതേപോലെ തന്നെ അവരെ വിരട്ടരുത് എന്ന് പറഞ്ഞാൽ മോശമായ ഒരു പ്രവർത്തനവും നിങ്ങൾ അവരോട് കാണിക്കരുത്. അപ്പൊ വാക്കാലുള്ള അവഗണനയും പ്രവർത്തനം കൊണ്ടുള്ള അവഗണനയും മാതാപിതാക്കളോട് നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായും രേഖപ്പെടുത്തുന്നത്. വാക്കാലുള്ള അതേപോലെ തന്നെ പ്രവർത്തനം കൊണ്ടുള്ള ഒരു അനാവശ്യവും ഒരു അരുതായ്മയും അവരോട് കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾക്കൊരു സമീപനം ഉണ്ടാവും ചിലപ്പോ. എന്നാ പിന്നെ ഞാൻ മിണ്ടാൻ പോണില്ല, കാരണം ഞാൻ മിണ്ടിയാൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും. മാതാപിതാക്കളോട് അങ്ങനത്തെ ഒരു നിലപാടും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഖുർആൻ മൂന്നാമതായി പറഞ്ഞു വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് രണ്ടുപേരോടും മാന്യമായി നിങ്ങൾ സംസാരിക്കുകയും വേണം, മര്യാദയോടുകൂടെ. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഐ ലയ്യിനൻ ത്വയ്യിബൻ ഹസനൻ ബിതഅജ്ജുബിൻ വതൗഖീരിൻ വതഅലീമിൻ, നല്ല ആദരവ് പ്രകടമാകും വിധത്തിൽ, ബഹുമാനം സ്ഫുരിക്കും വിധത്തിൽ, മര്യാദ പാലിക്കും വിധത്തിൽ, മാന്യവും അതേപോലെ തന്നെ സുന്ദരവുമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും സോഫ്റ്റായ ശൈലിയിൽ മാത്രം നിങ്ങൾ അവരോട് സംസാരിക്കണം. അപ്പൊ ഉമ്മാനോട് ഞാൻ വർത്താനം പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മിണ്ടാൻ തന്നെ പോണില്ല എന്നും പറ്റില്ല. മറിച്ച് മാന്യമായ വർത്തമാനം നിങ്ങൾ അവരോട് പറഞ്ഞേ പറ്റൂ. കാരണം എന്താ, നിങ്ങൾ അവരോട് മിണ്ടാതെ മാറി നിന്നാൽ അതാ വൃദ്ധ മനസ്സുകളെ വല്ലാതെ വേദനിപ്പിക്കും. അതുകൊണ്ട് അവരുടെ മനസ്സിന് സന്തോഷമാകും വിധത്തിൽ നിങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അനുകമ്പയാലുള്ള നിന്ദ്യതയുടെ ചിറക് അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെയും ബാപ്പാനോടും നമ്മൾ കാണിക്കേണ്ട കാരുണ്യത്തിന്റെ ഭാഗമായി അവരുടെ മുന്നിൽ നമ്മൾ അവര് പറയുന്നതെല്ലാം അനുസരിക്കുന്ന ആളുകളായി തന്നെ നിലകൊള്ളണം. ഉമ്മ എന്തു പറഞ്ഞാലും വിളിച്ചാൽ വെളിപ്പുറത്ത് ഞാനുണ്ടാകും. ബാപ്പായുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഞാൻ എല്ലാ അർത്ഥത്തിലും റെഡിയായി മുന്നിലുണ്ട് എന്ന പ്രതീതി ഉളവാക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് വേണം. ഇതൊക്കെ ചെയ്താലും നിങ്ങൾ ആ മാതാപിതാക്കളോടുള്ള കടമകൾ വീട്ടിയവരായി എന്ന് പറയാവതല്ല. അതുകൊണ്ട് അതിന്റെ പുറമെ അള്ളാഹു പറഞ്ഞു വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, വഖുൽ നബിയെ പറയൂ, അതെല്ലാവരോടുള്ള കൽപ്പനയാണ്. പറയൂ, എന്താ പറയേണ്ടത്? റബ്ബിർഹംഹുമാ, അല്ലാഹുവേ നാഥാ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ, കമാ റബ്ബയാനി സഗീറാ, ഒന്നിനും കഴിയാത്ത ചെറുപ്പത്തിൽ ഞങ്ങളെ സംരക്ഷിച്ചതിനു വേണ്ടി അല്ലെങ്കിൽ സംരക്ഷിച്ചതുപോലെ. നോക്കൂ, മാതാപിതാക്കൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഘട്ടത്തിൽ അവർ നമ്മളെ കണ്ണിൽ എണ്ണയൊഴിച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. ആ സംരക്ഷിച്ചതിന് പ്രത്യുപകാരമാവാൻ ഒരിക്കലും തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കില്ല. അതിന്റെ 4 അയലത്തേക്ക് പോലും നമ്മളിന്ന് ഏതൊക്കെ വിധത്തിൽ നമ്മൾ അവരെ പരിചരിച്ചാലും എത്തൂല. അതുകൊണ്ട് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് അവരെ പരിചരിച്ച് അവർ മനസ്സ് സന്തോഷിപ്പിച്ചതിന് ശേഷം റബ്ബിലേക്ക് നമ്മൾ നമ്മുടെ കഴിവുകേട് പ്രകടിപ്പിക്കാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന. പടച്ചോനെ, എന്റെ ഉമ്മയും ബാപ്പയും ഒന്നിനും കഴിയാത്ത കാലത്ത് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ എന്നെക്കൊണ്ടാവില്ല.
അർഹമായ കാരുണ്യം നൽകിയിട്ട് നീ തന്നെയാണ് പ്രതിഫലം കൊടുക്കേണ്ടത് എന്ന കാര്യത്തെ റബ്ബിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. നിരന്തരം നടത്തണം. മറ്റു പ്രാർത്ഥനകളും നടത്തണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, അവർ മരണപ്പെട്ടാൽ പോലും അവരോടുള്ള ബാധ്യതയും കടമയും നമുക്ക് ഒഴിവാകുന്നില്ല എന്നും മരണശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അതേപോലെ ആ മാതാപിതാക്കളുടെ ചങ്ങാതിമാരോട്, അതേപോലെ തന്നെ അവരുടെ കുടുംബങ്ങളോട് ഒക്കെ നമ്മൾ ശരിയായ ബന്ധം ഉമ്മാനോടും ബാപ്പാനോടും പുലർത്തുന്നത് പോലത്തെ അതേ ഊഷ്മളമായ ബന്ധം അവരോടൊക്കെ പുലർത്തി മുന്നോട്ട് പോകാനും, അതുപോലെ തന്നെ അവരുടെ കരാറുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാനും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണശേഷവും അവർക്ക് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണശേഷവും മാതാപിതാക്കളെ വിസ്മൃതിയിലാക്കുന്ന ഒരു ശൈലി മക്കളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെ മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിച്ച് സ്വർഗം വാങ്ങാൻ സാധിക്കുന്നവനാണ് സൗഭാഗ്യവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ പ്രത്യേകമായി ഉൾക്കൊള്ളുകയും, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ഖിദ്മത്ത് ചെയ്തും അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ചും സ്വർഗത്തിലേക്കുള്ള തന്റെ എൻട്രി ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകണമെന്നു മാത്രമേ ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിട്ടും അവരിലൂടെ സ്വർഗപ്രവേശനത്തിന് യോഗ്യത നേടാത്തവൻ അങ്ങേയറ്റം പരാജയപ്പെട്ടവനും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവനുമായിരിക്കുമെന്ന പ്രഖ്യാപനം ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നതിന്റെ ഗൌരവവും കൂടെ നമ്മൾ കാണണം. ഇനി ഇതിന്റെ ഒരു പൂർത്തീകരണമായിട്ട് അള്ളാഹു പറഞ്ഞതാണ്, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ഇൻ തകൂനു സാലിഹീന, നിങ്ങൾ നല്ലവരാണെങ്കിൽ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്ക് അള്ളാഹു വല്ലാതെ പൊറുക്കുന്നവനാണ്. എന്താ പറഞ്ഞ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വെക്കുന്നത്? ഇപ്പൊ ഉമ്മാക്കും പാപ്പാക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, സഹായം ചെയ്യുന്നു. ആ സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാർ പറയില്ലേ എന്നതിനു വേണ്ടി ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കാട്ടിക്കൂട്ടലൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ പരലോകത്ത് രക്ഷപ്പെടില്ല. ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തതിന്റേതായിട്ടുള്ള പ്രതിഫലത്തിന് നിങ്ങൾ അർഹരാവില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ്, മനസ്സിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ സേവനങ്ങളും വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം. അങ്ങനെ നിങ്ങൾ നല്ലവരായി ഈ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്ത് അവരെ ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു തല ഉയർത്തും. ഇതാണ് മാതാപിതാക്കളുടെ കാൽക്കീഴിലാണ് മക്കളുടെ സ്വർഗം എന്ന പ്രഖ്യാപനത്തിന്റെ ഒരു ആശയമെന്ന് കൂടി മനസ്സിലാക്കുക. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ്സോടെ ആഫിയത്ത് നൽകട്ടെ, മരണപ്പെട്ടവരുടെ പരലോകം റബ്ബ് സന്തോഷത്തിലാക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.